ഇന്നും നമ്മൾ കാണിക്കുന്ന അമ്മയുടെ കുറച്ച് ചെടി കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു. അഗ്ലോണിമയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. ഇന്ന് ഫിലോഡെൻഡ്രോൺ ഉണ്ട്. ഒരുപാട് എനിക്കിഷ്ടം. ഞാൻ പണ്ടൊക്കെ ഇത് വിചാരിച്ചുകൊണ്ടിരുന്ന മണി പ്ലാന്റ് ആയിരിക്കും എന്നായിരുന്നു നേരത്തെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഫിലോഡെൻഡ്രോൺ ഉള്ള പോലെ തന്നെ പിന്നെ വേറെ സിങ്കോണിയും ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഈ പ്ലാന്റ് കാണാൻ വേണ്ടി. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടെന്നറിയാം. പക്ഷേ എൻ്റെ കുഞ്ഞു ഗാർഡന് ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫിലോഡെൻഡ്രോണും സിങ്കോണിയും ഒക്കെ നമുക്കിന്ന് കൊണ്ടുവരണം. ഇത് ബിഗോണിയയുടെ വെറൈറ്റിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്, ബാസ്ക്കറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് അമ്മയുടെ കയ്യിൽ ഈ പ്ലാന്റൊക്കെ കണ്ടതിന് ശേഷം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാട്ടോ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടേ. ഇതിങ്ങനെ ചോട്ടിൽ നിന്ന് തന്നെ ഒരു തണ്ട് പോലെ ഇങ്ങനെ വന്നിട്ട് ആ പ്ലാന്റ് ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അവിടെ നിന്ന് വേരുകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ആ പ്ലാന്റ് വെക്കുകയും ചെയ്യാം. എന്തോ ഒരു ചെറിയ പൂവുണ്ടാകും എന്നാണ് പറഞ്ഞത്. പൂവ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ചുറ്റും ആ പ്ലാന്റിൻ്റെ, ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ചുറ്റിനും ഇങ്ങനെ തണ്ട് നീണ്ടിട്ട് ഇതുപോലെ ഓരോരോ പ്ലാന്റ് ഇങ്ങനെ വരും. പിന്നെ ഇതേ മോൺസ്റ്റർ പ്ലാന്റ് അമ്മ എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതല്ല, വേറൊരു പീസ് ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വലുതായിട്ടോ, ഇതിനേലും വലിയ ലീഫും ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പടരുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ കട്ടിങ്സ് കൊണ്ടുപോകണം. അപ്പോൾ ഫിലോഡെൻഡ്രോണും മോൺസ്റ്റർ പ്ലാന്റും സിങ്കോണിയും ഒക്കെ നമുക്കിന്ന്, ബാസ്ക്കറ്റ് പ്ലാന്റും ഒക്കെ നമുക്കിന്ന് കൊണ്ടുപോകണം. ഇതാണ് എനിക്ക് വേണ്ടി അമ്മ മാറ്റി വെച്ചിരുന്ന ആ ഒരു മോൺസ്റ്റർ പ്ലാന്റ്. അത് ഇലയൊക്കെ ഒരുപാട് വലുതായിട്ടോ. മോൺസ്റ്റർ പ്ലാന്റ് ആണല്ലോ ഞങ്ങളുടെ ഗാർഡനെ കൊണ്ട് ഞങ്ങൾ വെച്ച്. നമ്മളൊരു തട്ടിക്കൂട്ട് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞ് ഗാർഡൻ. അപ്പം അവിടെ നമ്മൾ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. ലീഫി പ്ലാന്റ് അല്ലേ കൂടുതലും വെക്കേണ്ടത്. അപ്പം ഫിലോഡെൻഡ്രോണും മോൺസ്റ്റർ പ്ലാന്റും ഒക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചെടികളൊന്നുമില്ല, കുറച്ചല്ല ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കോളിസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കീറി ഈ മോൺസ്റ്റർ പ്ലാന്റ് പോലെ കീറി ഒരു ഇല നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസം. അമ്മ അത് ഒരു പാത്രത്തിൽ വെച്ച് അതുപോലെ തന്നെ എനിക്ക് തന്നു വിട്ടു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് വേറെയൊക്കെ ആക്കി പല പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ വൈറ്റും അല്ലെങ്കിൽ വയലറ്റും ഓർക്കിഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു കളർ പോലെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക കളർ. വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ വയലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടം പറഞ്ഞാൽ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.